കുതിരകളും കുതിരവണ്ടികളും സാധാരണമായിരുന്നൊരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഒരു വ്യത്യസ്തനായ മനുഷ്യൻ ഒരു പ്രത്യേക ഭാവിയെക്കുറിച്ച് എപ്പോഴും സ്വപ്നം കാണുമായിരുന്നു. കുതിരകളെ മാറ്റി സ്ഥാപിക്കുന്ന യന്ത്രങ്ങളും കാറുകളും ദൈനംദിന ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറുന്ന ഒരു ഭാവി. അങ്ങനെ ഒരു ഭാവിയുടെ വരവിനായി അദ്ദേഹം പ്രയത്നിച്ചു. ഓട്ടോമൊബൈൽ വ്യവസായത്തിന്റെ തമ്പുരാൻ, കാറുകളുടെ പിതാവ്, അങ്ങ് ഡിട്രോയിറ്റിൽ തുടങ്ങി ഇന്ന് ലോകത്തിന്റെ 5 വൻകരകളിലും വ്യാപിച്ചു കിടക്കുന്ന ഫോർഡ് മോട്ടോഴ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ തലതൊട്ടപ്പൻ. പറഞ്ഞു വരുന്നത് ആ ദീർഘദർശിയുടെ പേരാണ്. അദ്ദേഹത്തിന്റെ പേര് ഹെൻറി ഫോർഡ്. ജൂലൈ 30 ഹെൻറി ഫോർഡ് ജനിക്കുന്നത്. മിഷിഗണിലെ ഡിയർബോണിനടുത്തുള്ള ഒരു ഫാമിൽ ഒരു കർഷക പശ്ചാത്തലമുള്ള ഒരു കുടുംബത്തിലായിരുന്നു അദ്ദേഹം ജനിച്ചിരുന്നത്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ അദ്ദേഹത്തിന് ഫാമിലോ കർഷകപരമായ കാര്യങ്ങളിലോ ഒന്നുമല്ലായിരുന്നു ആകർഷണമുണ്ടായിരുന്നത്. പകരം ആ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളായ വാച്ചുകളും യന്ത്രങ്ങളോടും മറ്റുമായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ മെക്കാനിക്സിനോടുള്ള ഈ ഒരു ആകർഷണം അദ്ദേഹത്തെ പല വാച്ചുകളുടെയും യന്ത്രങ്ങളുടെയും ഉപയോഗം പഠിക്കുവാനും അത്തരം വാച്ചുകൾ കയ്യിൽ കിട്ടുമ്പോൾ അത് അടിച്ചു നോക്കി അത് പഴയ രീതിയിലേക്ക് ആക്കി വെക്കുവാനുള്ള അദ്ദേഹത്തിന്റെ ത്വരയെ വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. പലപ്പോഴും അദ്ദേഹം തന്റെ ചെറുപ്രായത്തിൽ തന്നെ തന്റെ കൂട്ടുകാരുടെ ആയിക്കൊള്ളട്ടെ, തന്റെ പ്രായത്തിന് മുതിർന്നവരുടെ ആയിക്കൊള്ളട്ടെ, വാച്ചുകളും യന്ത്രങ്ങളും മറ്റും കേടായി കഴിഞ്ഞാൽ അത് ശരിയാക്കി കൊടുത്ത് ഒരു വിദഗ്ധ കണ്ടുപിടുത്തക്കാരൻ എന്ന ഖ്യാതി അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ തന്നെ നേടിയിട്ടുണ്ടായിരുന്നു. ഹെൻറിയുടെ പ്രായം കൂടുന്തോറും യന്ത്രങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ താല്പര്യം വല്ലാതെ ആഴത്തിലായി. എഡിസൺ ഇല്ലുമിനേറ്റിംഗ് കമ്പനിയിൽ ചേരുകയുണ്ടായി. അധികം കാലഘട്ടമൊന്നും വേണ്ടി വന്നില്ല. അദ്ദേഹത്തിന്റെ തീക്ഷ്ണശാലിപരമായ നീക്കങ്ങൾ കൊണ്ട് അദ്ദേഹം ആ കമ്പനിയുടെ ചീഫ് എഞ്ചിനീയറായി മാറുകയുണ്ടായി. അവിടെ വെച്ച് അദ്ദേഹം ആന്തരിക ജ്വലന എഞ്ചിനുകൾ പരീക്ഷിക്കുവാനായിട്ട് ആരംഭിക്കുകയുണ്ടായി. എന്നാൽ ഹെൻറി ഫോർഡ് എന്ന് പറയുന്ന ആ തീക്ഷ്ണശാലിയുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ പോകുന്ന ഒരാശയം അദ്ദേഹം തലയിൽ ഉദിച്ചു വരികയായിരുന്നു. എന്തുകൊണ്ട് മനുഷ്യർക്ക് സ്വന്തമായി കുതിരകളുടെയോ മറ്റ് മൃഗങ്ങളുടെയോ ഒന്നും സഹായമില്ലാതെ ഓടുന്ന ഒരു വണ്ടി ഉണ്ടാക്കിക്കൂടാ? അങ്ങനെ തന്റെ കണ്ടുപിടുത്തങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും തന്റെ നിർമ്മിതമായ വളരെ കഠിനാധ്വാനം കൊണ്ടും അദ്ദേഹം ആദ്യമായി ഗ്യാസോലിൻ പവേർഡ് വെഹിക്കിൾ അഥവാ ദ ക്വാഡ്രിസൈക്കിൾ എന്ന പേരിൽ ഒരു വാഹനം നിർമ്മിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ വളരെ ശക്തമായ കഠിനാധ്വാനം കൊണ്ടും നിശ്ചയദാർഢ്യം കൊണ്ടുമായിരുന്നു അദ്ദേഹം അത് നിർമ്മിച്ചുണ്ടാക്കിയത്. അതോടുകൂടെ കുതിരയില്ലാത്ത വണ്ടിയെക്കുറിച്ചുള്ള ഹെൻറിയുടെ കാഴ്ചപ്പാട് കൂടുതൽ രൂപപ്പെടുകയായിരുന്നു. 1903 എഡിസന്റെ കമ്പനിയിൽ നിന്നും അദ്ദേഹം ഇറങ്ങി. ശേഷം അദ്ദേഹം ചെറിയൊരു സ്ഥാപനം ആരംഭിച്ചു. ഇത്തരത്തിലുള്ള വണ്ടികൾ വിൽക്കുവാനും അതേപോലെ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തുവാനും മാത്രമായി അദ്ദേഹം ആ കമ്പനിയിൽ ചുരുങ്ങിക്കൂടി. അദ്ദേഹം തന്റെ കമ്പനിക്ക് ഒരു പേര് കൂടി ഇട്ടു, ഫോർഡ് മോട്ടോഴ്സ്. വളരെ കാലത്തെ അധ്വാനത്തിന് ശേഷം, ഏകദേശം 2 വർഷങ്ങൾക്ക് ശേഷം, താങ്ങാനാവുന്നതും വിശ്വസനീയവും ഓടിക്കാൻ എളുപ്പവുമായ വിപ്ലവകരമായ ഒരു കാറായ മോഡൽ ടി അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായി. മോഡൽ ടി ഒരു തൽക്ഷണ വിജയമായിരുന്നു. അത് ഓട്ടോമോട്ടീവ് വ്യവസായത്തെ എന്നേക്കുമായി മാറ്റിമറിച്ചു. പക്ഷേ ഹെൻറി ഫോർഡ് അവിടെയൊന്നും നിന്നിരുന്നില്ല. കാറുകളുടെ ഉൽപാദന മേഖലയിൽ അദ്ദേഹം പുതിയൊരു പ്രക്രിയ അവതരിപ്പിച്ചു. ആ പ്രക്രിയ ഇങ്ങനെയാണ് പേരിട്ടത്, അസംബ്ലി ലൈൻ. ഈ അസംബ്ലി ലൈൻ പ്രക്രിയയിലൂടെ കൂടെ കാറുകളുടെ ഉൽപാദന സമയവും ചെലവും വല്ലാണ്ട് കുറഞ്ഞു. കാറുകൾ ശരാശരി ഉപഭോക്താവിന് കൂടുതൽ താങ്ങാനാവുന്നതാക്കുകയുണ്ടായി. ഈ നവീകരണം ഓട്ടോമോട്ടീവ് വ്യവസായത്തിലും അതിനപ്പുറത്തേക്ക് ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തുകയുണ്ടായി. യഥാർത്ഥത്തിൽ പിന്നീട് വർഷങ്ങൾ ഈ ഒരു അസംബ്ലി ലൈൻ സിസ്റ്റം ഒട്ടനവധി കാർ നിർമ്മാതാക്കളും പിന്തുടർന്നിരുന്നു. തീർച്ചയായിട്ടും ഇതിന്റെ എല്ലാം പിൻപിൽ ഹെൻറി ഫോർഡ് എന്ന് പറയുന്ന മനുഷ്യന്റെ അധ്വാനവും അദ്ദേഹത്തിന്റെ വേർപ്പൊഴുകിയുള്ള നാളുകളുടെ സമയ ചെലവഴിവും നിശ്ചയദാർഢ്യവുമെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും. ഫോർഡ് മോട്ടോർ കമ്പനി വളർന്നപ്പോൾ മെച്ചപ്പെട്ട ലോകത്തെക്കുറിച്ചുള്ള ഹെൻറിയുടെ കാഴ്ചപ്പാടുകൾ കൂടുതൽ വ്യക്തമായി. തന്റെ തൊഴിലാളികൾക്ക് ന്യായമായ വേതനം നൽകുന്നതിലും അവർക്ക് നല്ല ജോലി സാഹചര്യങ്ങൾ നൽകുന്നതിലും അദ്ദേഹം വിശ്വസിച്ചു. ദിവസം $5 നൽകുന്ന തരത്തിൽ അദ്ദേഹം തന്റെ തൊഴിലാളികൾക്ക് ഏറ്റവും മികച്ച രീതിയിലുള്ള ശമ്പളം നൽകി പോന്നു.
ഇത് അദ്ദേഹത്തിന്റെ തൊഴിലാളികളുടെ വേതനം ഇരട്ടിയാക്കുകയും ജീവനക്കാരുടെ വിറ്റുവരവ് കുറയ്ക്കുകയും ചെയ്തു. ഹെൻറി ഫോർഡ് എന്ന തൃഷ്ണാശാലിയുടെ സ്വാധീനം നവീകരണം, കഠിനാധ്വാനം, സ്ഥിരോത്സാഹം എന്നിവയ്ക്ക് സമൂഹത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം വളരെ ശക്തമായി പ്രസ്താവിക്കുകയും കാണിച്ചു തരികയും ചെയ്തു. ഇന്ന് ഫോർഡ് മോട്ടോർ കമ്പനി ലോകത്തിലെ ഏറ്റവും വലുതും വിജയകരവുമായ കമ്പനികളിൽ ഒന്നാണ്. ഓട്ടോമൊബൈൽ വ്യവസായത്തിന്റെ യഥാർത്ഥ ദർശകനും പയനീറുമായ ഹെൻറി ഫോർഡിന്റെ കഥ തീർച്ചയായും ഓരോ മനുഷ്യനെയും പ്രചോദിപ്പിക്കേണ്ടതാണ്. ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഇത്ര മാത്രമാണ്. നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു പ്രത്യേക കാര്യം നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ, അതിന് എത്രത്തോളം പ്രതീക്ഷകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അതിനെല്ലാം തരണം ചെയ്യാൻ സാധിക്കും. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കരുത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഒരിക്കൽ കൂടി താങ്ക് യു ഫോർ വാച്ചിങ്.